അവയവങ്ങളും അതിന്റെ സിദ്ധികളും മാനസികമായവന്റെ പാകതയും ശരിയായ അവസ്ഥയിൽ വരുമ്പോ ആരോഗ്യം സമ്പൂർണമാണ്, 100% അവൻ ആരോഗ്യവാനാണെന്ന് തോന്നുമ്പോ മാനസികമായി ഉണ്ടാകുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ഉല്ലാസാവസ്ഥയാണ്. ആ ഉല്ലാസാവസ്ഥയിൽ അയാൾ ചെയ്യുന്നത് പലതും അയാൾക്ക് ചെയ്യാൻ കഴിയും. അയാളുടെ സിദ്ധികൾ പലയിടത്തേക്കും അയാൾക്ക് വിനിയോഗിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരുന്നത് ആ യൗവനത്തിന്റെ ദശയിലാണ്. ഏതൊരു വിപ്ലവകാരിയുടെ ചരിത്രം പരിശോധിച്ചോളൂ. വാർദ്ധക്യം വന്നതിന്റെ ശേഷം തൊള്ളയിട്ടിട്ട് ആരും കേൾക്കൂല. വയസ്സനായി കഴിഞ്ഞ ശേഷം കാര്യസ്ഥനാണ് എന്നും പറഞ്ഞു കണ്ട് വലുതാക്കിയിട്ട് ആരും കേൾക്കൂല. നല്ല യുവാവായ സമയത്ത്, ചെയ്യാൻ കഴിയുന്ന സമയത്ത്, നടപ്പാക്കാൻ കഴിയുന്ന സമയത്ത്, നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു ചെറുപ്പക്കാരൻ പറയുന്നതെങ്കിൽ അതവനങ്ങ് നടപ്പാക്കും എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന അവസ്ഥ, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ ഇവനും അത് തോന്നും. ആ അവസ്ഥയിലാണ് ആർജവം. അത് നല്ലൊരു ആർജവം തന്നെയാണ്. എവിടെയും പറയാനും എവിടെയും നിൽക്കാനും. ചോദ്യം ചെയ്യും. അനീതി കണ്ടാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. വയസ്സനായ കുറച്ച് ഇപ്പൊ എന്തിനാ നമ്മൾ ഈ വയസ്സാം കാലത്ത് ആരോടെയും തെറ്റാൻ പോണേ തോന്നുമല്ലോ. കുറച്ച് വയസ്സായ ഒരാൾ എന്തിനാ ഇപ്പൊ നമ്മളിപ്പോ ആരോടെങ്കിലും തെറ്റാനും കുടുങ്ങാനൊക്കെ പോണേ? വെറുതെ മനുഷ്യന് ഇഷ്ടമില്ലാത്തത് പറയണ്ട. വെറുപ്പുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കണ്ടാലും എന്തിനാ മറ്റോരോട് തെറ്റാൻ പോകുന്നു തോന്നുന്ന ഈ അവസ്ഥ അപകർഷബോധമാണ്. താഴ്ന്നു തോന്നുകയാണ്. ഞാൻ എങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ. നേരെ മറിച്ച് ചെറുപ്പക്കാരനാണെങ്കിലോ എന്താ ചോദിച്ചാല് ചിലപ്പോ ചോദിക്കുന്ന അതബ് കേടിലാവും, അത് വേറെ കണക്ക്. പക്ഷെ ചോദിക്കണം, നടത്തണം, ഉദ്ദേശിച്ചങ്ങ് ചെയ്യണം എന്ന് പറ്റുന്ന ഒരവസ്ഥ മാനുഷികമായി മനുഷ്യനുണ്ടായിത്തീരുന്ന ആ മാനുഷികത്വത്തിന്റെ പാരമ്യത്തിലെത്തുന്ന അവസ്ഥ, മാനസികമായി പാകത വരുന്ന ഒരവസ്ഥ വരുന്ന സമയത്തെ ഇത് വരൂ. ഇത് യുവാവിനുണ്ടാകുമ്പോഴാണ് ആ മനസ്സുകളുടെ പരിശ്രമ ഫലമായിട്ട് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിക്കൂ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ പറയുന്ന ശബ്ദമുണ്ട് ഫത. ഫത ഖുർആനിൽ ധാരാളമായി ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ് ഫത. യുവാവ് എന്ന ഈ ശബ്ദത്തിന്റെ അർത്ഥം യുവാവ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജ്യത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രനായകന്മാരെയും ഭരണാധികാരികളെയും സമൂഹത്തെയും മൊത്തം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നന്മയുടെ വാഹകനായി, ധർമ്മത്തിന്റെ വാഹകനായി അള്ളാഹുവിന്റെ നബിയാകുന്നതിന് മുൻപ് തന്നെ കടന്നു വന്നത് ഖുർആൻ വിവരിക്കുന്നുണ്ട്. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ൽ. സമയമെത്തുന്നതിന് മുൻപേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ തന്റെ ഇടം നൽകി. ഇത് യുവാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണം, തന്റെ ഇടം. ആ തന്റെ ഇടം എന്ന് പറഞ്ഞാല് യൗവനം നേടിയാലും ചിലപ്പോ മാനസികമായ യൗവനം നേടാത്തവരാണ് പലരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അശുദ്ധി, കായികമായ ശാരീരികമായ പാകതക്കൊപ്പം മാനസികമായും ശക്തി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആ മാനസികമായ അവസ്ഥ. ആ മാനസികമായ അവസ്ഥയിൽ ഒരാൾ പാകതപ്പെട്ട അപ്പ എന്റെ പേര് റുഷ്ദ്. ഇഷ്ടം പോലെയാണ് പണം ചെലവഴിക്കുക, ഇഷ്ടം പോലെയാണ് കൊടുക്കുക. ഇതൊക്കെ റുഷ്ദിനെതിരാണ്. ഉദാഹരണമായി ഞാൻ ചിന്തിക്കുക, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി വിളിച്ചൊരു ഓട്ടോറിക്ഷ. എവിടുക്കാ വണ്ടി? ഇന്നാലിന് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഓൻ അറിഞ്ഞൂടാ, കോഴിക്കോട് ഏതോ ഒരു ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷയുടെ കയറിയിരുന്ന് നമുക്കറിയില്ല എന്ന് ഓട്ടോറിക്ഷക്കാരൻ മനസ്സിലാക്കിയാൽ വലിയ ടൗണൊക്കെ ആണെങ്കിൽ അതിലേക്കോ കറക്കി തിരിച്ചിട്ട് മീറ്ററൊക്കെ കറക്കിയിട്ടോനെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. ഇത് നമ്മുടെ സാധാരണ നടപ്പാ. ഇത് ചിന്തിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ദുബായിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം പണം കഴിയുന്നതിന്റെ മുമ്പ് യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ടങ്ങാടി പോയി അല്ലെങ്കിൽ മലപ്പുറങ്ങാടി പോയി എവിടെയെങ്കിലും പോയിട്ട് ഓട്ടോറിക്ഷ കയറിയിടും. പൊട്ടയാണ് ഇങ്ങോട്ട് നേരത്തെ. ഇതൊക്കെ പണ ചെലവഴിക്കണത് ഓൻ്റെതാ പണം, അവനധ്വാനിച്ച ആ പണം. പക്ഷെ അവനധ്വാനിച്ച പണം അത് ചെലവഴിക്കുമ്പോൾ തന്റെ ഇടമില്ലാത്ത ചെലവഴിക്കലാണ്. ഇതിന് സഫഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഫഹ്. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഷയിലും ഖുർആന്റെ ഭാഷയിലും ശ്രദ്ധിച്ചാൽ നമ്മളെ യുവാക്കളൊക്കെ കരുമണ്ടന്മാരാണ്. ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ. ഇപ്പൊ പീടി പോയിട്ട് മുളകിന് എത്രയാ വില ചോദിക്കൂല. മരുന്ന് ഷാപ്പിച്ചൊന്നും മേടിച്ചണ മാതിരിയാ. ചോദിക്കാതെ എങ്ങനെ മേടിച്ചു മുളക്, കുമ്പളങ്ങ, മത്തന്. ഇത് ചോദിക്കാതെ വാങ്ങുന്നവർക്കൊക്കെ ഓരോരോ വിലയായിരിക്കും. നേരെ മറിച്ച് ചോദിച്ചു വാങ്ങുന്നവന് അതിന്റെ വില കിട്ടും, ശരിക്കാവും. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാര് ബോറാന്ന് മനസ്സിലാക്കണമല്ലോ. 1 കിലോ മുളകിന് എത്രയാ വില എന്ന് ചോദിച്ചിട്ട് മുളക് വാങ്ങിയാൽ നമ്മളെ നാട്ടിൽ ഓന് ചപ്പന, ഓർ മഹാമോസാണ്. മുളകിന് ബല വെച്ചില്ല. ഓനൊക്കെ മുളകിന് ബല വെച്ചാണ് കൈ ലോകത്ത്. എത്ര കുടിക്കുന്ന അങ്ങനെ കഴിച്ചില്ലാവുന്നു.
ഇതൊരു ഓട്ടോറിക്ഷ കയറുന്ന ആള് ഇവിടുന്ന് എത്ര ഉണ്ട്, എവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ പഠിച്ച ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ ആ സ്ഥലത്തേക്ക് എന്താണ് മിനിമം ചാർജിന് പോകില്ലെങ്കിൽ എത്ര വരും എന്നൊക്കെ ചോദിച്ചറിഞ്ഞു ഉറപ്പിച്ചിട്ട് കയറി കുത്തിരുന്നിട്ട് ആ പണം ചെലവഴിക്കുന്ന അവസ്ഥ വന്നാൽ ഇതാണ് യതീം മക്കൾക്ക് മുതൽ കൊടുക്കുന്നിടത്ത് പണ്ടത്തെ കുട്ടികളുടെ മുതലുകൾ സംരക്ഷിച്ച് വലിയവർ വരുന്ന നിലയുണ്ട്. ഇന്ന് സർക്കാരൊന്നുമില്ല മാതിരിയല്ല പണ്ടത്തെ കാലം. ഖുറൈശികളിൽ നിന്നുള്ള മൂപ്പന്മാര് അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ മരിക്കുമ്പോ അവരുടെ വളർത്തു മക്കളെ ഏൽക്കുന്നത് പിന്നെ മറ്റു മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെ ഏൽക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ സ്വത്തുണ്ടാവും. അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരെയാണ് ഖുർആൻ പരിശീലിപ്പിക്കുന്നത്. ആ പരിശീലനം പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ചില മസാലകളുണ്ട്, വിവരങ്ങൾ. നിങ്ങൾ വിഡ്ഢികൾക്ക് മുതൽ കൊടുക്കരുത്. ഖുർആൻ പറയാം വിഡ്ഢികൾക്ക് മുതൽ കൊടുക്കരുത്. ആരാ വിഡ്ഢി? നമ്മളടിയിൽ പിരാന്തുന്ന വിഡ്ഢി എന്ന് പറഞ്ഞാൽ അല്ല, അമ്മാനഹും അവരുടെ മുതൽ കൊടുക്കരുത് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പൊ വിഡ്ഢിത്തം എവിടെയാണ്? മുതല് ചെലവഴിക്കുന്നിടത്താണ് വിഡ്ഢിത്തം. മുതല് തന്റെ ഇടത്തോടുകൂടെ ചെലവഴിക്കുന്നതാണ് റുഷ്ദ്. അനാവശ്യമായി മുതൽ ചെലവഴിക്കാതെ, അനാവശ്യമായി പണം ചെലവഴിക്കാതെ, അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കാതെ, ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരാളുടെയും മുമ്പിൽ പെടാതെ, പോയത്തെത്തിപ്പെടാതെ, ആരുടെയും മുമ്പിൽ ചൂഷിതനാകാതെ, ആരാലും വഞ്ചിക്കപ്പെടാതെ തന്റെ പണം കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമെന്നാൽ അവനാണ് റഷീദ്. അത് ഹലാലായ ഇസ്ലാം അംഗീകരിച്ച വഴിയിലേക്ക് കൂടി ആയാലാണ് മതപരമായി റഷീദ്, ദീനിയായ റഷീദ്. ഇനി മതപരമായല്ലാതെ ചിന്തിക്കുകയാണെങ്കിലും പൊട്ടത്തരത്തിലല്ലാതെ പണം ചെലവഴിക്കാൻ കഴിയുന്നവനാണ് റഷീദ്. പൊട്ടത്തരത്തിൽ ചെലവഴിക്കുന്നവൻ സെഫി, വിഡ്ഢി, പടുവിഡ്ഢി എന്നാ പറയാ. അപ്പൊ പടുവിഡ്ഢികളാകാൻ പാടില്ല യുവാക്കൾ. റുഷ്ദ്. ഞാൻ ഇബ്രാഹിം നബിയെ ഉദ്ധരിക്കുകയായിരുന്നു. അല്ലാഹു പറയുന്നു, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം തന്റെ ഇടം നൽകി. മുതൽ ചെലവഴിക്കാനും തനിക്കുള്ളതെല്ലാം ചെലവഴിക്കാനും വേണ്ടതിന് വേണ്ട അളവിൽ വേണ്ടപ്പോൾ മാത്രം ചെലവഴിക്കാനുള്ള തന്റെ ഇടം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നാം നൽകി. ആ ഇബ്രാഹിം നബിയെ ഖുർആൻ പറയുന്നത് സമൂഹത്തെ മൊത്തം അദ്ദേഹം സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവരുടെ മൂഢത്തരങ്ങളിൽ നിന്നും അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ വിവരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞു, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചിട്ട് തന്റെ ജനതയുടെ എല്ലാ വിഗ്രഹങ്ങളും തച്ചുടച്ചിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയ ഈ സന്ദർഭ വിഷയം, ആ സന്ദർഭം വിവരിക്കാ ഖുർആൻ. ഫജഅലഹും ജുസാവ. എല്ലാം തവിട്ട് പൊടിയാക്കിയിട്ട് ഇല്ലാ കബീറഹും, വല്യോനെ മാത്രം കോടാലി തൂക്കിയിട്ടിട്ട് മൂപ്പര് സുന്ദരമായിട്ട് ഇരിക്കുക. എന്താണ് ആ ഇരുത്തുന്നറിയങ്ങൾ? ശുചായി ഇരുത്ത. ഒരു യുവാവിന്റെ ഇരുത്തമതാണ്. അധർമ്മത്തിനെതിരെ ശക്തമായ പ്രതികരണം. ആ ശക്തമായ നമ്മൾ ഇവിടുത്തെ എല്ലാ വിഗ്രഹങ്ങളും പോയി തച്ചൊടുക്കാനായി പറയുന്നതായിട്ട് മനസ്സിലാക്കില്ലേ? ഇത് ഇന്ത്യ, രാജ്യം ഇന്ത്യ എന്ന് കൂടി മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി, ഇറാഖിലേക്ക് നിയുക്തരാകുന്ന പ്രവാചകനായ ഇബ്രാഹിം നബിയായി വരുന്ന അന്നത്തെ കുട്ടിക്കാലാണിത്. അദ്ദേഹം എല്ലാറ്റിനെയും ശരിപ്പെടുത്തിയിട്ട് ഒരൊറ്റ ഇരുത്ത. ഈ ജനത എല്ലാം കൂടി വരുമ്പോ അവരോട് പറയാനുള്ള ഭാവത്തോടു കൂടി ഇരുത്തം, പരിഹാസത്തോടുകൂടെ. കുഞ്ചൻ നമ്പ്യാരെ ഹാസം, ആ ഹാസത്തോടുകൂടെ ഇരുത്താൻ മൂപ്പര്. നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാന്ന് ഓർക്കുമ്പോഴല്ല ഹാസം, എല്ലാരും ഹാസം. അങ്ങനെ ഹാസത്തോടുകൂടെ മൂപ്പരിങ്ങനെ ഇരിക്കുക, എല്ലാരും കൂടി നോക്കാന്. എല്ലാരും കൂടി വന്നപ്പോ അവര് പറയുന്ന, ആ ഖുർആൻ പറയുന്നത്, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും. ഒരൊറ്റ മനുഷ്യനെ ഇവരെ കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളൂ. നമ്മുടെ ദൈവങ്ങളെ ഒരു യുവാവാണ് കുറ്റം പറയുന്നത് കേട്ടത്. അവന്റെ പണിയാണിത്. ഒപ്പിച്ചു. അപ്പോഴാണ് രാജാവ് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണം അവനെ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യണം.